ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മളിന്ന് തന്ന വർക്ക് നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പം ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാൻ ഓൾമോസ്റ്റ് എല്ലാവർക്കും നിങ്ങൾക്ക് നോൺ ആയിരിക്കും. അപ്പം അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുവരെ ഗൂഗിൾ ക്ലാസ് റൂം പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കണ്ടന്റ് ഷെയർ ചെയ്യുന്നത്. അപ്പം ഈ കണ്ടന്റിൽ പറയുന്ന രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോസസ്സ് ഫോളോ ചെയ്യാം. ഓൾറെഡി നിങ്ങൾ ക്ലാസ് റൂം ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഞാൻ ബൈ ഗ്രൂപ്പിൽ ഞാൻ നിങ്ങൾക്കൊരു ക്ലാസ് റൂം കോഡ് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് റൂം കോഡും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് വളരെ ഈസി പ്രോസസ്സാണ്. അപ്പം എങ്ങനെയാണുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ക്ലാസ് റൂം ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആ ആപ്പിൽ ആദ്യമായിട്ട് ആപ്പിൻ്റെ ഇൻ്റർഫേസിലേക്ക് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു സ്പേസിലാണ് നിങ്ങൾ എത്തിച്ചേരുക. ഈ സ്പേസിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ആദ്യം കയറുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടോട്ടലി എംപ്റ്റി ആയിരിക്കും. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങളൊരു ക്ലാസ് റൂമിലേക്കും അല്ലെങ്കിൽ ഒരു ക്ലാസ് വർക്കിലേക്കും നിങ്ങൾ ഇതുവരെ ജോയിൻ ആയില്ല. ബട്ട് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ ഇങ്ങനെയൊരു ബ്ലൂ ബട്ടൺ, പ്ലസ് മാർക്കുള്ള ഒരു ബ്ലൂ ബട്ടൺ ഉണ്ടാവും. ഈ ബ്ലൂ ബട്ടണിൽ നിങ്ങൾ ഏറ്റവും ആദ്യം ക്ലിക്ക് ചെയ്യും. ഈ ബ്ലൂ ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അടുത്ത വിൻഡോയിലേക്ക് പോകും. അടുത്ത വിൻഡോയിലേക്ക് നിങ്ങൾ പോകുന്നത് ഇങ്ങനെയുള്ള ഒരു വിൻഡോ ആയിരിക്കും. ആ വിൻഡോയുടെ ബോട്ടത്തിൽ നിങ്ങൾക്ക് ജോയിൻ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ജോയിൻ ക്ലാസ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ നെക്സ്റ്റ് വിൻഡോയിലേക്ക് പോകും. നെക്സ്റ്റ് വിൻഡോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് ക്ലാസ് കോഡ്, നിങ്ങൾക്ക് നേരത്തെ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ക്ലാസ് കോഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്യുക. 6 അല്ലെങ്കിൽ 8 ലെറ്റേഴ്സ് വരുന്ന, ഡിജിറ്റ്സ് വരുന്ന ഒരു കോഡ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുക. ആൻഡ് ക്ലിക്ക് ജോയിൻ. ഈ ജോയിൻ ബട്ടൺ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ആപ്പിൽ കയറുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് ഏത് ക്ലാസ്സിലാണോ ജോയിൻ ചെയ്തത് ആ ക്ലാസ്സിൻ്റെ നെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. വർക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം, ആ ക്ലാസ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ നേരത്തെ ജോയിൻ ചെയ്ത ക്ലാസ്സാണ്, ആ ക്ലാസ് ഏതാണോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ക്ലിക്ക് ചെയ്യുക. ഇതാണ് ആ ക്ലാസ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ ക്ലാസ് റൂമിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തൊക്കെ അസൈൻമെൻറ്റ്സ് വന്നിട്ടുണ്ട് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ എത്തും. ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കിപ്പം കറൻ്റ്ലി ഉള്ളൊരു അസൈൻമെൻറ്റ് ഇതാണ്. ഓക്കെ, ഈ അസൈൻമെൻറ്റിൽ ടോപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും ഈ അസൈൻമെൻറ്റിനെ സെലക്ട് ചെയ്യുക. ഈ അസൈൻമെൻറ്റിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾ ചെയ്ത വർക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാറ്റ്ഫോമിലെത്തും. നിങ്ങൾ ചെയ്ത വർക്ക് നിങ്ങൾക്ക് ഈ അസൈൻമെൻറ്റിലേക്ക് എന്താ ചെയ്യേണ്ടത്, ഈ അസൈൻമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ടോപ്പിക്കിലേക്ക്, ഈ ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് ആഡാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ബട്ടൺ നിങ്ങൾക്ക് ബോട്ടത്തിൽ കാണാൻ പറ്റും. ആ ബട്ടൺ എന്ത് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്യുക. ഈ ബട്ടനാണ് ആഡ് വർക്ക് എന്ന് പറയുന്ന ബട്ടൺ. അത് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യും. അത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. ഈ പോപ്പപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വർക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ വർക്ക് ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഏത് മെത്തേഡിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള വർക്കാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഇന്നത്തെ വർക്ക് അസൈൻമെൻറ്റ് നിങ്ങൾ ഓൾറെഡി റിട്ടേൺ ആക്കി വെച്ച് അതിന് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഫോട്ടോ എടുക്കുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ പറഞ്ഞുതരാം. ഓക്കെ, സോ അതിനുശേഷം ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ക്ലാസ് റൂമിലേക്ക് അപ്ലോഡ് ചെയ്യണം. സിമ്പിൾ പ്രോസസ്സാണ്. ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ഈ അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതർവൈസ് നിങ്ങൾക്ക് ഇവിടുന്ന് ക്യാമറ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റായിട്ടും നിങ്ങളുടെ വർക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. അപ്ലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ അടുത്ത വിൻഡോയിലേക്ക് പോകും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ വർക്ക് ഫോട്ടോസ്, നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ റിട്ടേൺ ആയ വർക്കിൻ്റെ പേജസ് നിങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ആ വർക്ക് ഇങ്ങനെ വരും. അപ്പോൾ അത് 5 പേജ് ആണെങ്കിൽ 5 പേജ്, അല്ലെങ്കിൽ 10 പേജ് ആണെങ്കിൽ 10 പേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഒരു വിൻഡോയിൽ വരും. ഇവിടെ ആ വർക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത ഫോട്ടോ അപ്ലോഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് അപ്ലോഡ് ആവാൻ ഒരു 1 or 2 minutes എടുക്കും, അറ്റാച്ച്മെൻറ്റ് അപ്ലോഡ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക. അത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടേൺ ഇൻ എന്ന് പറയുന്ന ബട്ടൺ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രം ലൈറ്റ് ബ്ലൂ കളറാവും. അപ്പോൾ ആ ടേൺ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടേൺ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ടേൺ ഇൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനും കൂടി വരും. ഈ പോപ്പപ്പ് വരും. ഈ പോപ്പപ്പിലും കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വർക്ക് എന്തായി, സബ്മിറ്റഡ് ആയി. ഇത്ര സിമ്പിളായിട്ടുള്ള പ്രോസസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വർക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങളുടെ വർക്ക് ഓതൻസിറ്റി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർക്കിൻ്റെ, നിങ്ങളുടെ
പേപ്പറിൻ്റെ നിങ്ങൾ എഴുതുന്ന എല്ലാ പേപ്പറിൻ്റെയും ടോപ്പ് കോർണറിൽ നിങ്ങളുടെ നെയിം, ഇവിടെ നിങ്ങളുടെ നെയിം, ഇന്നത്തെ ഡേറ്റ്, നിങ്ങളുടെ വർക്കിൻ്റെ പേജ് നമ്പർ. 5 പേജിലുള്ള വർക്കായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് പേജ് ആണെങ്കിൽ 1, സെക്കൻഡ് പേജ് ആണെങ്കിൽ 2, അങ്ങനെ പേജ് നമ്പേഴ്സും വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും പ്രോസസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് വർക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.